ഹലോ ഗായ്സ്, എൻ്റെ പേര് സജിൽ ലത്തീഫ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ സജിൽസ് ടെക് സെൻറ്ററിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സ്ക്വീസ് പേജസിനെ കുറിച്ചാണ്. സ്ക്വീസ് പേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇത് സംഭവം ഒരു വെബ്സൈറ്റ് ആണ്. ഇപ്പോൾ സാധാരണ ഒരു വെബ്സൈറ്റിൽ മിനിമം 4 to 5 പേജസ് വരും. അത് മാക്സിമം എത്ര പേജസ് വേണമെങ്കിലും വരാം. പക്ഷേ ഈ സ്ക്വീസ് പേജ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പേജാണ്. ഇത് സ്പെസിഫിക്കലി ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ ഒരു ഫിസിക്കലായിട്ട് ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കുണ്ട്. ഈ പ്രോഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ഓൺലൈൻ പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ നമുക്കൊരു വെബ്സൈറ്റ് ആവശ്യമാണ്. ഇതൊരു ഒറ്റ പേജ് വെബ്സൈറ്റ് ആയിരിക്കും. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഗ്രാഫിക്കൽ ഡിസൈനിങ് ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നിങ്ങളിപ്പോൾ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനൊരു വെബ്സൈറ്റ് പോലെ ഒരൊറ്റ പേജ് ഉണ്ടാവും. ഈ ഒരൊറ്റ പേജിലാണ് സ്ക്വീസ് പേജ് എന്ന് പറയുന്നത്. ഈ ഒറ്റ പേജിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോംസ് അതല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ആ ഒരു പേജിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. സോ ഇപ്പോൾ ഒരു ക്ലയന്റ് വന്നിട്ട് ആ പേജ് ചെക്ക് ചെയ്യുമ്പോൾ മറ്റുള്ള പേജസിലേക്കൊന്നും പോകണ്ട, ആ ഒരൊറ്റ പേജിൽ നിന്ന് കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും അല്ലെങ്കിൽ ബട്ടണും ആ പേജിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നത് കുറച്ച് ടെംപ്ലേറ്റ്സ് ആണ്, അതായത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത സ്ക്വീസ് പേജസ് ആണ്. ഇപ്പോൾ ആളുകൾ, പ്രോഡക്റ്റ് ഓണേഴ്സ് ഒരുപാട് പേര് സ്ക്വീസ് പേജസിന് വേണ്ടിയിട്ട് ഓടുന്ന ഒരു സമയമാണ്. അതായത് അവർക്ക് ഈ സ്ക്വീസ് പേജസ് എഡിറ്റ് ചെയ്യാൻ അറിയാൻ സാധിക്കും. അതായത് ചെറിയൊരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ, ഇപ്പോൾ ഡ്രീം വ്യൂവർ അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിന്റെ സഹായത്തോടെ അവർക്ക് വളരെ സിമ്പിളായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും ഈ സ്ക്വീസ് പേജസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ തരുന്ന ടെംപ്ലേറ്റ്സ് നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട. ഈ ടെംപ്ലേറ്റ് ഏതെങ്കിലും ഡ്രോപ്പ് ബോക്സിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഫയൽ സ്റ്റോർ ചെയ്യുന്ന വെബ്സൈറ്റിലോ അപ്ലോഡ് ചെയ്തിടുക. എന്നിട്ട് നിങ്ങൾ ഫ്രീലാൻസിങ് ജോബ് വെബ്സൈറ്റുകളിൽ ഇതിൻ്റെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. നിങ്ങൾ ഇത്രയും സ്ക്വീസ് പേജസ് ക്ലയന്റിന് പ്രൊവൈഡ് ചെയ്യും. അതിന് നിങ്ങൾ ഒരു $5 $10 ചാർജ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, ഈ ഓർഡർ ലഭിക്കുമ്പോൾ നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്തു വെച്ച ആ ലിങ്ക് ജസ്റ്റ് ക്ലയന്റിന് അയച്ചു കൊടുക്കുക. അവർക്കപ്പോൾ അത് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യുന്നതനുസരിച്ച് അവർക്കത് യൂസ് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഓൾറെഡി ക്രിയേറ്റഡ്, അതായത് റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്ക്വീസ് പേജസ് ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യേണ്ടത്, ആകെ അപ്ലോഡ് ചെയ്ത് ഏതെങ്കിലും ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്തിടുക. അതിൻ്റെ ലിങ്ക് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇടുക. എന്നിട്ട് ഇതൊരു സർവീസ് പോലെ മറ്റുള്ള ഫ്രീലാൻസിങ് ജോബ് വെബ്സൈറ്റുകളിൽ നിങ്ങളൊരു സർവീസ് പോലെ ക്രിയേറ്റ് ചെയ്തിടുക. ഇപ്പോൾ ഫൈസ്കിഡോ അല്ലെങ്കിൽ SEO ക്ലർക്സ്, ജിഗ്ബഗ്സ് പോലുള്ള വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് ഒരു സർവീസ് പോലെ ക്രിയേറ്റ് ചെയ്തിടാം. ഐ വിൽ പ്രൊവൈഡ് എ സ്ക്വീസ് പേജ്, അല്ലെങ്കിൽ ഐ വിൽ പ്രൊവൈഡ് 5 സ്ക്വീസ് പേജസ് ഫോർ $5, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊരു സർവീസ് ക്രിയേറ്റ് ചെയ്തിടാം. നിങ്ങൾ മറ്റൊന്നും അറിയേണ്ട. ഓർഡർ വരുമ്പോൾ ആ ഡൗൺലോഡ് ലിങ്ക് ജസ്റ്റ് ക്ലയന്റിന് സെൻഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് $5 കിട്ടും. ക്ലയന്റിന് ആ സ്ക്വീസ് പേജ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർവീസാണിത്. സോ ഈ ഒരു സർവീസ് ഫ്രീലാൻസിംഗ് ജോബ് വെബ്സൈറ്റുകളിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യും, അതുപോലെ തന്നെ സ്ക്വീസ് പേജിന്റെ ചെറിയൊരു റിവ്യൂ കൂടിയാണ് ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്ക്വീസ് പേജസിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ സ്ക്വീസ് പേജ് നമുക്ക് ഓൺലൈനായിട്ട് വിൽക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വിൽക്കാൻ സാധിക്കും. അപ്പോൾ ഈ സ്ക്വീസ് പേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ നിങ്ങളൊരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഓണറോ ആണ് എന്ന് വിചാരിക്കുക. നിങ്ങളുടെ പ്രോഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 100 പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ആ 100 പ്രോഡക്റ്റും നിങ്ങൾക്ക് അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്ക്വീസ് പേജസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഇതൊരു സാമ്പിൾ സ്ക്വീസ് പേജാണ്. സൈനപ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു പേജിലേക്ക് ഒരു ക്ലയൻറ്റ് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ യൂസർ നെയിമും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും ഇതിൽ കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യും. ആ ഇമെയിൽ അഡ്രസ്സ് ഈ പ്രോഡക്റ്റ് ഓണറിനോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഓണറിനോ കിട്ടും. എന്നിട്ട് അദ്ദേഹത്തിന് ബാക്കിയുള്ള ഇൻഫർമേഷനൊക്കെ സെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ക്ലയൻസിൻ്റെ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യാനും, അതുപോലെ തന്നെ മറ്റൊരു സ്ക്വീസ് പേജ് ഉണ്ട്. അത് യൂസ് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ഡയറക്റ്റായിട്ട് സെല്ല് ചെയ്യാൻ വേണ്ടി കൂടിയാണ്. ഇപ്പോൾ ഇതാണ് ഒരു സെയിൽസ് പേജ് എന്ന് പറയുന്നത്. ഇതിൽ പ്രോഡക്റ്റിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും ഉണ്ടാവും. അത് നമുക്ക് ജസ്റ്റ് ആഡ് ടു കാർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 2 ടൈപ്പുള്ള സ്ക്വീസ് പേജസ് ഉണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ
സ്ക്വീസ് പേജ്, അതായത് സൈൻ അപ്പ് പേജ് നമുക്ക് എങ്ങനെ വിൽക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു 7 സ്ക്വീസ് പേജ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ലിങ്ക് ഇടുന്നുണ്ട്. നിങ്ങൾക്കത് ഈസിലി ഡൗൺലോഡ് ചെയ്യാം. ആ സെയിം പ്രോഡക്റ്റ് നിങ്ങൾക്ക് മറ്റുള്ള വെബ്സൈറ്റിൽ വിൽക്കാൻ സാധിക്കും. അതായത് ഒരു ഡ്രോപ്പ് ബോക്സിലോ ഏതെങ്കിലും ഒരു ഫയൽ സ്റ്റോറേജ് വെബ്സൈറ്റിൽ നിങ്ങൾക്കത് അപ്ലോഡ് ചെയ്തിടാം. എന്നിട്ട് ക്ലയൻറ്റ് നിങ്ങളുടെ സർവീസ് പർച്ചേസ് ചെയ്യുമ്പോൾ, സർവീസിൽ അത് ആക്ച്വലി പ്രോഡക്റ്റാണ്, പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡൗൺലോഡ് ലിങ്ക് ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ ക്ലയൻറ്റ് അത് ഡൗൺലോഡ് ചെയ്യും, നിങ്ങൾക്ക് പേയ്മെൻറ്റ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു 7ഓളം വരുന്ന സ്ക്വീസ് പേജസ് ആണ് ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ തരുന്നത്. നിങ്ങളപ്പോൾ ചെയ്യേണ്ട ജോബ് എന്തെന്ന് വെച്ചാൽ, ഞാൻ ഈ തരുന്ന ടെംപ്ലേറ്റ്സ് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റോറേജ് യൂണിറ്റിൽ അപ്ലോഡ് ചെയ്തിടുക. അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടാൽ മതി. എന്നിട്ട് ക്ലയൻറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, എപ്പോഴും നിങ്ങളിത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിലും സിമ്പിൾ ഏതെങ്കിലും ഒരു ഡ്രോപ്പ് ബോക്സ് പോലത്തെ വെബ്സൈറ്റിൽ നിങ്ങൾ ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്തിടുക. എന്നിട്ട് അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ ക്ലയൻറ്റുമായിട്ട്. അപ്പോൾ എത്ര പ്രാവശ്യം നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്താലും അവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. സോ ഒരു പ്രാവശ്യം നിങ്ങൾ അപ്ലോഡ് ചെയ്താലും മതി. സോ ഇതിൽ മറ്റൊരു സ്ക്വീസ് പേജ് കൂടി ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ 7 ടെംപ്ലേറ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇതുപോലെ ഒരു 7 ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ജിഗ്ബഗ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് വരിക. ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ട രീതി ഞാൻ ഇതിനു മുമ്പുള്ള ട്യൂട്ടോറിയൽ കാണിച്ചു തന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട്. എന്നിട്ട് ഇതിൽ നമ്മളൊരു സ്ക്വീസ് പേജ് സർവീസ് ക്രിയേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ നിന്ന് ക്രിയേറ്റ് ജിഗ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഐ വിൽ പ്രൊവൈഡ് 7 സ്ക്വീസ് പേജ് ടെംപ്ലേറ്റ്സ് ഫോർ യുവർ ബിസിനസ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഏകദേശം ഒരു $10 വരെ അതിന് ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ക്ലയൻറ്റ് ഇത് പർച്ചേസ് ചെയ്ത ക്ലയൻറ്റ് അവരുടെ കയ്യിൽ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും ഇത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അവർ അത് വെച്ചിട്ട് സിമ്പിൾ ജസ്റ്റ് ടെക്സ്റ്റ് അവരുടെ ലോഗോ എല്ലാം എഡിറ്റ് ചെയ്തോളും. നെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കാറ്റഗറിയാണ്. ഇതിൽ നമ്മൾ അഡ്വർടൈസിങ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഏകദേശം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഐ വിൽ പ്രൊവൈഡ് 7 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്ക്വീസ് പേജസ് ഫോർ യുവർ ബിസിനസ് ഓർ വെബ്സൈറ്റ് എന്ന് ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇൻസ്ട്രക്ഷൻ ടു ബയർ നിങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളാണ് ആ പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ടാഗ് സ്ക്വീസ് പേജ്, വെബ്സൈറ്റ്, എൻഡ് പേജ് എന്നുള്ള ടാഗ്സ് നിങ്ങൾക്ക് കൊടുക്കാം. നെക്സ്റ്റ് ഇവിടെ അതിൻ്റെ ഒരു ഇമേജ് നിങ്ങൾ ഗൂഗിളിൽ നിന്നോ മറ്റോ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലൊന്ന് അപ്ലോഡ് ചെയ്യുക. ഇതിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇൻസ്റ്റൻറ്റ് ഡൗൺലോഡ് ഡെലിവറി എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഇവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്ത് ഇട്ടാൽ മതി. ഏതെങ്കിലും ക്ലയൻറ്റ് വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രോപ്പ് ബോക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ജസ്റ്റ് ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ലിങ്ക് നമുക്ക് ഇവരോട് ഷെയർ ചെയ്താൽ മതി പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ. എന്നിട്ട് ഇതിനുശേഷം ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ഈ ഒരു സെക്ഷൻ സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സർവീസ് നിങ്ങളുടെ ക്രിയേറ്റ് ആകും. ഏതൊരു ഒരു ക്ലയൻറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെയിൽ വരും, യു ഹാവ് ഗോട്ട് 1 ഓർഡർ ഫ്രം ജിഗ്ബഗ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡെലിവറി സെക്ഷനിൽ പോയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫയലിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ സ്ക്വീസ് പേജിന് പറയുന്ന മറ്റൊരു പേരാണ് ലാൻഡിംഗ് പേജ്. അതായത് ഒരു കസ്റ്റമർ വന്ന് ഇപ്പോൾ നിങ്ങൾ ഈ വെബ്സൈറ്റ് സെർച്ച് ചെയ്തിട്ട് അവസാനം എത്തുന്ന പേജാണ് ലാൻഡിംഗ് പേജ്. ഈ പേജിൽ വന്നിട്ടാണ് അവരുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് ഇമെയിൽ അഡ്രസ്സൊക്കെ സബ്മിറ്റ് ചെയ്യുന്നത്, എന്നിട്ട് സൈൻ അപ്പ് ചെയ്യുന്നത്. സോ ഇതിന് ലാൻഡിംഗ് പേജ് എന്നും പറയും. സോ ഏതൊരു ഡിജിറ്റൽ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോഡക്റ്റോ ഉള്ള ഒരാൾ തീർച്ചയായിട്ടും പ്രൊമോഷണൽ വീഡിയോസോ അല്ലെങ്കിൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ലാൻഡിംഗ് പേജ് തീർച്ചയായിട്ടും യൂസ് ചെയ്യും. സോ എല്ലാ പ്രോഡക്റ്റ് ഓണേഴ്സും സെർച്ച് ചെയ്യുന്ന ഒരു കാറ്റഗറി കൂടിയാണ് ലാൻഡിംഗ് പേജ് അല്ലെങ്കിൽ സ്ക്വീസ് പേജ്. സോ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഈ ഒരു സർവീസ് ഇതിൽ ക്രിയേറ്റ് ചെയ്തിടുക. സർവീസ് പോലെ പ്രോഡക്റ്റാണ് അത് ക്രിയേറ്റ് ചെയ്തിടുക. അപ്പോൾ ക്ലയൻറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഡൗൺലോഡ് ലിങ്ക് നിങ്ങളൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് ഈ ലാൻഡിംഗ് പേജ് എഡിറ്റ് ചെയ്യാൻ അറിയാം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അത് യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാം. ആ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ നെക്സ്റ്റ് എപ്പിസോഡ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ആ സർവീസും നിങ്ങൾക്ക് ഈ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് ഇതുപോലുള്ള ജിഗ്ബഗ്സ് പോലത്തുള്ള വെബ്സൈറ്റിൽ വിൽക്കാൻ സാധിക്കും. അത് ഏകദേശം $20-30 നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും ഒരു സ്ക്വീസ് പേജിന് തന്നെ. ജസ്റ്റ് എഡിറ്റിംഗ് ജോബാണ്. അതായത് അവർ തരുന്ന ടെക്സ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇതുപോലൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിൾ ജോബാണ്. ഈ ഒരു ടെംപ്ലേറ്റിൽ ജസ്റ്റ് ആ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ അവർ തരുന്ന വീഡിയോയോ ഇമേജോ ഇവിടെ പേസ്റ്റ് ചെയ്യാം. ദാറ്റ്സ് ഓൾ.
സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. സോ സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.